ഈ കോവിഡ്-19 വന്ന സമയത്ത് നടന്ന ഒരു വലിയ തട്ടിപ്പ്, പ്രവാസ ലോകത്ത് നടന്ന വലിയൊരു ചതിയുടെ കഥയാണ് ഞാൻ പറയുന്നത്. അതിൽ നമുക്ക് കുറേ പാഠങ്ങളുമുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ഒരു സുഹൃത്ത്, അദ്ദേഹം ഗൾഫിലെത്തി, വളരെ കഷ്ടപ്പെട്ട് പല സ്ഥലത്തും ജോലി ചെയ്തു. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ആഗ്രഹമാണ് ഒരു കട തുടങ്ങണം എന്നുള്ളത്. അപ്പോൾ കുറേ വർഷം ഉള്ളതൊക്കെ കൂട്ടി ഒരു ഫ്രണ്ടിനെ കൂടെ കൂട്ടി ഒരു കട തുടങ്ങി. അങ്ങനെ കട തുടങ്ങി. ആദ്യത്തെ മാസം അവർക്ക് ഒന്നും എടുക്കാണ്ടായില്ല. അവരിങ്ങനെ കഷ്ടപ്പെട്ട് എല്ലാം മാനേജ് ചെയ്ത് കാര്യങ്ങൾ ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവന്നു. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞ് ഈ കട ഏകദേശം വിജയത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം, നല്ല ഉഷാറായിട്ട് ബിസിനസ് ആയി വരുന്ന ഒരു സമയം. ആ സമയത്താണ് കോവിഡ് വരുന്നത്. അപ്പോൾ ഈ കോവിഡിൻ്റെ സമയത്ത് ഞാൻ ഈ പറഞ്ഞ പാർട്ട്ണർ അദ്ദേഹം നാട്ടിലായി, ഒരാൾ ഇവിടെ ബിസിനസ് നടത്തുന്നു. അങ്ങനെ നാട്ടിലെത്തിയിട്ട് ഈ കോവിഡൊക്കെ വന്ന് ലോക്ക്ഡൗൺ ആയി. കുറച്ച് കഴിഞ്ഞ് കടയെല്ലാം തുടങ്ങി. നാട്ടിലുള്ള ആൾക്ക് വരാൻ പറ്റുന്നില്ല, ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല. വിൽക്കാമെല്ലാം റിന്യൂ ചെയ്ത് അങ്ങനെ പോയി അദ്ദേഹം. അങ്ങനെ ഈ നാട്ടിലിരിക്കുന്ന പാർട്ട്ണർ അറിയാതെ ഈ കട ഇയാൾ ഇങ്ങോട്ട് സ്വന്തം പേരിലേക്ക് മാറ്റി, സ്പോൺസറൊക്കെ ഒതുങ്ങിച്ച് സ്വന്തം പേരിലേക്ക് മാറ്റി. പിന്നെ ഇയാൾക്ക് പൈസ ഒന്നും അയച്ചു കൊടുക്കുന്നില്ല, ഇയാളെ ഫോൺ എടുക്കുന്നില്ല, ഒരു മറുപടിയില്ല. അങ്ങനെ ഈ ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞ് ഇദ്ദേഹം തിരിച്ചു വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു, നിനക്ക് ഈ ഇതിൽ ബിസിനസ്സിൽ പാർട്ട്ണർഷിപ്പ് ഇല്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ നിരവധി പാർട്ട്നേഴ്സ് കോവിഡ്-19 കാലഘട്ടത്തിൽ ചതിക്കപ്പെട്ടിട്ടുണ്ട്. അത് സൗദിയിൽ മാത്രമല്ല, ഗൾഫിലെ എല്ലാ രാജ്യങ്ങളും ഉണ്ട്. അതാ ഒരു പാർട്ട്ണർ നാട്ടിലായിരിക്കും. അങ്ങനെ അദ്ദേഹം ഒരു വർഷമൊക്കെ നാട്ടിൽ കുടുങ്ങിപ്പോയി. ആ സമയത്ത് ഈ ബിസിനസ് റൺ ചെയ്തു. പിന്നീട് ഈ ബിസിനസ് സൗദിയോ അല്ലെങ്കിൽ സ്പോൺസറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പിടിച്ചെടുത്തിട്ട് അങ്ങനെ കുറേ മലയാളികൾ ചതിക്കപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത്, ഇദ്ദേഹം തിരിച്ച് ഗൾഫിലേക്ക് വന്നു ഇദ്ദേഹം ഒരു ചെറിയ കടയിൽ ജോലിക്ക് ചെയ്യാൻ. എന്നിട്ടാണ് അദ്ദേഹം എന്നെ പരിചയപ്പെടുന്നതും എന്നെ കോൺടാക്ട് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാനിങ്ങനെ സംഭവിച്ചു, എൻ്റെ ബിസിനസ് എൻ്റെ പാർട്ട്ണർ പിടിച്ചെടുത്തു, ഞാനിപ്പോൾ ഇവിടെ ഒരു കടയിൽ കയറിയിരിക്കുക. കാരണം ഞാൻ നാട്ടിലായി, എനിക്ക് ഒരു പൈസയും എൻ്റെ കയ്യിലില്ല. അപ്പോൾ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഞാനൊരു കടയിലേക്ക് ജോലിക്ക് കയറിയിരിക്കുകയാണ്. ഇനി പക്ഷേ എൻ്റെ മനസ്സിലുള്ളത് എനിക്ക് സ്വന്തമായൊരു ബിസിനസ് തുടങ്ങണമെന്ന് തന്നെയാണ്, ഈ ജോലിയിൽ നിൽക്കണമെന്നല്ല. പക്ഷേ ഇപ്പം ഞാൻ പ്രതിസന്ധിയിലാണുള്ളത്, ഇപ്പം എനിക്ക് പിടിച്ചു നിൽക്കണം, അതുകൊണ്ട് ഞാൻ ഈ ജോലിയിൽ ഇങ്ങനെ നിൽക്കുന്നു. അപ്പം ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, ഇദ്ദേഹം ഈ ജോലി കഴിഞ്ഞ് വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞ് അപ്പം ഇറങ്ങും. ഇദ്ദേഹം നല്ല ലൊക്കേഷൻ നോക്കി നടക്കും, ടാക്സി വിളിച്ച് ലൊക്കേഷൻ കാണാൻ പോകും. ഇതിനെക്കുറിച്ചുള്ള പ്ലാനിങ്ങുകളാണ്. ഇങ്ങനെ രാത്രി മുഴുവൻ ഇങ്ങനെ കറങ്ങി ഓരോ കടയും ബിൽഡിങ്ങും അതിനടുത്തുള്ള തിരക്കുകളും അവിടുത്തെ ജനങ്ങളും ഇതെല്ലാം നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഫൈനലി അദ്ദേഹം ഒരു പുതിയ കട ഇട്ടു. അപ്പം ഞാൻ പറയുന്നത്, നമ്മൾ പല ആളുകളും ജോലി എന്നൊരു മൈൻഡ് സെറ്റിലാണുള്ളത്. ഈ ജോലി എന്ന മൈൻഡ് സെറ്റിൽ നിന്ന് മാറി ഒരു ബിസിനസ് എന്ന മൈൻഡ് സെറ്റിലേക്ക് മാറിക്കഴിഞ്ഞാൽ തീരാവുന്ന ഒരു വിഷയതുള്ളൂ. അപ്പോൾ അദ്ദേഹം നേരത്തെ ജോലി ചെയ്ത ആളാണ്. അദ്ദേഹം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, അത് പാർട്ട്ണർ പറ്റിച്ചു. എന്നാലും ഇനിയൊരു ജോലിയിലേക്കില്ല, ഇനിയും ബിസിനസ് തന്നെ. അപ്പോൾ ഇങ്ങനെ വലിയ വലിയ സ്വപ്നങ്ങൾ കാണാൻ നമുക്ക് സാധിക്കണം. ചിലപ്പോൾ നമുക്ക് സെറ്റ് ബാക്കുകൾ ഉണ്ടാകും. പക്ഷേ കുറേ വർഷം ഒരേ ഫീൽഡിൽ ജോലി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് മൈൻഡ് സെറ്റ് മാറിയിരുന്നെങ്കിൽ അതേ ബിസിനസ് അദ്ദേഹത്തിന് ചെയ്യാമായിരുന്നില്ലേ? ഒരു ബിസിനസ്സിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ പഠിക്കാൻ ഏറ്റവും നല്ലത് അതേ ബിസിനസ്സിൽ പോയി ജോലിക്ക് ചേരുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ ഇൻസൈഡ് ടെക്നിക്സും അതിൻ്റെ മോഡ് ഓഫ് ഓപ്പറേണ്ടി എല്ലാം നമുക്ക് മനസ്സിലാവില്ലേ? അപ്പോൾ ഞാൻ പറയുന്നത്, നമ്മൾ ഒരുപാട് കഴിവുള്ള പൊട്ടൻഷ്യലുള്ള പ്രവാസികളുണ്ട് പല രാജ്യങ്ങളിലും. നമ്മൾ ഇതേപോലെ ഒരു മൈൻഡ് സെറ്റ് ഒരു എന്തെങ്കിലും ചെയ്യണമെന്നൊരു മൈൻഡ് സെറ്റിലേക്ക് മാറിയാൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മുതൽക്കൂട്ടായിരിക്കും. കാരണം അതിന് മാത്രം അവസരങ്ങൾ ഇന്നും പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിൽ ഉണ്ട് എന്നതാണ് ഒരു യാഥാർത്ഥ്യം. അപ്പോൾ ഞാൻ പറഞ്ഞതാണ്, നമുക്ക് നല്ലൊരു ഹൈ മൈൻഡ് സെറ്റ് നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു ജോലിയിൽ നിന്ന് നല്ലൊരു ഇൻകം കിട്ടുന്ന രൂപത്തിലേക്ക് മാറാനും നമ്മുടെ ലൈഫ് സെറ്റിലാക്കാനും നമുക്ക് സാധിക്കും. വീണ്ടും കാണാൻ മറ്റൊരു ആശയവുമായി. താങ്ക് യു വെരി മച്ച്.